ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് സ്കിൽസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ ലിംഗ്വ ഫ്രാങ്ക എന്നുള്ളതാണ്. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്ന ഒരു ടേമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു ലിംഗ്വ ഫ്രാങ്ക ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. A language that is adopted as a common language between speakers whose native languages are different. അതായത് രണ്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഒരു സക്സസ്ഫുൾ കോൺവെർസേഷനായിട്ട് അവരൊരു തേർഡ് ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യുന്നു. ഈ പറയപ്പെടുന്ന തേർഡ് ലാംഗ്വേജ് ഇരു കൂട്ടർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ മെജോറിറ്റി ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു തേർഡ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷിനെ ലിംഗ്വ ഫ്രാങ്ക എന്ന് വിളിക്കാനുള്ള റീസൺ അതാണ്. English is a widely spoken language, so it is called a world language. അപ്പം ഇംഗ്ലീഷ് ഒരു വേൾഡ് ലാംഗ്വേജ് ആകുന്നതും അതുകൊണ്ട് തന്നെയാണ്. It is used as a first language in countries like UK, USA, Australia, etc. It is used as a second language and official language in Commonwealth countries like India, Pakistan, Sri Lanka. In China, it's a foreign language. It is used in different fields and professions like IT, medicine, science, business, entertainment, etc. English is a language of opportunities. അതായത് ഇംഗ്ലീഷ് UK, USA, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടും കോമൺവെൽത്ത് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക പോലെയുള്ളിടത്ത് സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടും ചൈനയിൽ ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ജോലി സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിലെല്ലാം തന്നെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം അവസരം ഒരുക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഇംഗ്ലീഷ് എന്ന് പറയപ്പെടുന്നു. English shows variation based on region, social class and level of formality. In UK, English is spoken as a native language also, so it creates communicative barriers. അതായത് ഇംഗ്ലീഷ് ഭാഷ ചില വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ പറയുന്നത് റീജിയൺ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ സംസാരിക്കുന്ന മലയാളം ആയിരിക്കില്ല കാസർഗോഡുകാർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയ്ക്കുള്ളിൽ തന്നെ പല പ്രദേശത്ത് നിന്ന് പല രീതിയിലായിരിക്കും മലയാളം സംസാരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബാരിയേഴ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഡിസ്ക്രിമിനേഷനൊക്കെ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിലാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. നമുക്കിവിടെ പൊതുവേ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് ഉള്ളത്. അപ്പോൾ അതായത് അപ്പർ ക്ലാസ് പീപ്പിൾ സംസാരിക്കുന്ന രീതി ആയിരിക്കില്ല ലോവർ ക്ലാസ്സിന് വരുന്നത്. അവരുടെ ഒരു ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ ഒരു നേറ്റീവ് ലാംഗ്വേജ് പറയുന്ന ഒരു ലാഘവത്തിലായിരിക്കും അവർ പറയുന്നത്. കുറച്ചുകൂടി അപ്പർ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഇംഗ്ലീഷ് ഭാഷ UK തന്നെ ഒരു നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടും യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നീട് ലെവൽ ഓഫ് ഫോർമാലിറ്റി പറയുന്നുണ്ട്. അതായത് ലെവൽ ഓഫ് ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനിടയിൽ സംസാരിക്കുമ്പോൾ ഒരു കാഷ്വൽ ടോൺ വരും അല്ലേ. നമ്മൾ പറയുന്ന ഒരേ ഭാഷ തന്നെ ആയിരിക്കാം, എന്നാൽ ഒരു കാഷ്വൽ ടോൺ വരികയും എന്നാൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെല്ലുമ്പോൾ ഒരു ഫോർമൽ ടോൺ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഫോർമാലിറ്റിയിലും ചില രീതികൾ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റീവ് ബാരിയേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്കാണ്. In India, English is second language because our speech organ get tuned to the sound of our mother tongue. So the impact of native language is visible in our talk. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ ആ ഒരു എസെൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വിസിബിളാണ്. ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷ്, ഇങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് ഭാഷയുടെ പല വേർഷൻ നമുക്ക് കാണാം. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ധാരാളം ഭാഷകളുണ്ടല്ലോ. അപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണ് ഇംഗ്ലീഷ് പറയുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തുള്ളവരും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ അവരവരുടെ മദർ ടങ്ങിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് വരും. ഇപ്പം മലയാളികൾ പറയുന്ന ഇംഗ്ലീഷ് പോലെ ആയിരിക്കില്ല ഗുജറാത്തീസോ അല്ലെങ്കിൽ തമിഴന്മാരോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും കൂടി ആയിരിക്കും. Written form of English is fairly uniform the world over, but spoken form is different. അതായത് ഇംഗ്ലീഷ് ഭാഷ എഴുതുമ്പോൾ ഒരേപോലെ ആണെങ്കിലും പറയുമ്പോൾ വ്യത്യസ്തമായി പോകുന്നുണ്ട്.
Most Indian mispronounced the sounds and they ignore stress, intonation and rhythm. They give uniform stress to all syllables of a word. അതായത് കൂടുതൽ ഇന്ത്യക്കാരും സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, അതായത് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മിസ്പ്രൊനൗൺസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് തെറ്റായ രീതിയിലുള്ള ഉച്ചാരണമാണ് വരുന്നത്. കാരണം അവർ പലപ്പോഴും വാക്കുകളിലെ എവിടെയൊക്കെ സ്ട്രെസ്സ് കൊടുക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഹൈ ആൻഡ് ലോ പിച്ചസ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ അവർ ഇഗ്നോർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തിരസ്കരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുമ്പോൾ അവരവരുടെ മദർ ടങ് എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിലായിരിക്കും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ RP. Widely accepted pronunciation of English, also known as BBC English or the Queen's English. അതായത് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ടെന്ന്. വൈഡ്ലി അക്സെപ്റ്റഡ്, അതായത് കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നതാണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ RP. ഇത് BBC ഇംഗ്ലീഷ് എന്നും ക്വീൻസ് ഇംഗ്ലീഷ് എന്നും പറയാറുണ്ട്. BBC മീൻസ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് ആണ്, അവർ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് സദേൺ ഇംഗ്ലണ്ട്. സദേൺ ഇംഗ്ലണ്ടുകാർ സംസാരിക്കുന്ന പ്രൊനൗൺസിയേഷനാണിത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ബൈ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് അറിയപ്പെടുന്നതാണ് RP. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നതാണ് RP. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്, ഫൊണറ്റിക്സ്. ഇൻ ഇംഗ്ലീഷ് there are 26 letters but 44 sounds. These sounds help us to pronounce correctly. Phonetics is the study of speech sound. അതായത് ഇംഗ്ലീഷ് അക്ഷരമാല 26 എണ്ണമാണുള്ളത്, എന്നാൽ സ്പീച്ച് സൗണ്ട് 44 ഉണ്ട്. ഇങ്ങനെയുള്ള സ്പീച്ച് സൗണ്ട് ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വാക്കും എങ്ങനെ കൃത്യമായി പ്രൊനൗൺസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു പഠനശാഖയാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൊണറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിലെ പല വാക്കുകളും ഉച്ചരിക്കുന്നത് സ്പെല്ലിങ്ങിനനുസരിച്ചായിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ് CAT ആണ്, എന്നാൽ കിറ്റൺ എന്ന് പറയുമ്പം K ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. KITTEN എന്നാണ് കിറ്റൺ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രണ്ടും സൗണ്ടാണ്, പക്ഷേ സ്പെല്ലിങ്ങിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ CAT സാറ്റ് എന്ന് വായിക്കുന്നില്ല? ഇപ്പോൾ മലയാള അക്ഷരം തന്നെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൊവൽസ് എല്ലാം സ്വരാക്ഷരങ്ങളായിട്ടും കോൺസണൻസ് എല്ലാം വ്യഞ്ജനാക്ഷരങ്ങളായിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ 5 വൊവൽസ് AEIOU എന്ന് പറയുന്ന 5 വൊവൽസ് ആണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിക്കുന്നത്. ബാക്കിയൊക്കെ കോൺസണൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫൊണറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ 44 സൗണ്ട്സ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ 20 വൊവൽസും 24 കോൺസണൻസും ആണുള്ളത്. ഈ 20 വൊവൽസിനെ തന്നെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകെ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫൊണറ്റിക്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ദ ഓർഗൻസ് ഓഫ് സ്പീച്ച്. അതായത് സ്പീച്ച് സൗണ്ട് ഉണ്ടാകാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓരോ ഓർഗൻസ് ഉണ്ട്, അതിനെ നമ്മൾ പരിചയപ്പെടും. അതുപോലെ തന്നെ ഈ ഓർഗൻസിൻ്റെ എല്ലാ ഹെൽപ്പോടുകൂടി എങ്ങനെയാണ് സ്പീച്ച് മെക്കാനിസം ഉണ്ടാകുന്നതെന്നും പഠിക്കുന്നതാണ്. ഫസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് നോക്കുക. എന്തെല്ലാമാണ് സ്പീച്ച് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ലങ്സ് ആണ് പഠിക്കുന്നത്. ദ ലങ്സ് ആക്ട് ആസ് ബെല്ലോസ്. ബെല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറൊക്കെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതേപോലെയാണ് ലങ്സ് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ എയർ റിലീസ്ഡ് ബൈ ദ ലങ്സ് അണ്ടർഗോസ് മോഡിഫിക്കേഷൻ ബിഫോർ ഇറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട്. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വായു പല ഓർഗൻസുമായിട്ട് ചേർന്ന് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദ ലാരിങ്സ് അല്ലെങ്കിൽ ആഡംസ് ആപ്പിൾ. ലാരിങ്സിൻ്റെ മറ്റൊരു പേരാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹാർഡ് കേസിംഗ് സിറ്റുവേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കയാണ്. അപ്പോൾ ട്രക്കയുടെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന വളരെ കട്ടി കൂടിയ ഒരു ഭാഗമാണ് ആഡംസ് ആപ്പിൾ അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് പറയുന്നത്. ജനറലി നമുക്ക് ബോയ്സിലൊക്കെയാണ് വിസിബിളായിട്ട് കാണുന്നത്. ജെൻസിൻ്റെ അവിടെ ത്രോട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വോക്കൽ കോഡ്സ് ആണ്. എ പെയർ ഓഫ് ലിപ്സ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഹൊറിസോണ്ടൽ രീതിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അതൊരു പെയർ ഓഫ് ലിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചുണ്ട് പോലെയൊക്കെ തന്നെയാണ് വോക്കൽ കോഡ്സ് ഇരിക്കുന്നത്. അതുപോലെ ഇത്
ജോയിൻഡ് അറ്റ് ഫ്രണ്ട് ഭാഗത്ത് ഇത് കൂടി ചേർന്നിരിക്കും, ബാക്കിലോട്ട് പോകുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദം ഈസ് കാൾഡ് ഗ്ലോട്ടിസ്. അപ്പോൾ ഈ ചുണ്ട് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ, അതുപോലെ തന്നെ വോക്കൽ കോഡ്സിനും ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ഗ്ലോട്ടിസ് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫാരിങ്സ് ആണ്. ഫാരിങ്സ് ഈസ് ദ പാസേജ് ദാറ്റ് ഗോസ് ഫ്രം ബാക്ക് ഓഫ് ദ മൗത്ത് ടു ദ പ്ലേസ് വെയർ ഇറ്റ് ബെഫിക്കേറ്റഡ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതായത് നമുക്കറിയാം നമ്മുടെ ശ്വാസനാളോ അന്നനാളോ അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു പാസേജ് ഉണ്ട്. അതായത് ഇത് രണ്ടായിട്ട് തിരിയുന്നതിന് മുമ്പുള്ള ഒരു പാസേജ് ഉണ്ട്. ആ പാസേജ് ചെല്ലുന്നത് നമ്മുടെ ബാക്ക് ഓഫ് ദ മൗത്തിലായിരിക്കും. അപ്പം ആ ഒരു പാസേജിനാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സോഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ വേലം. ഇറ്റ് ഈസ് സോഫ്റ്റ് പാർട്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത് which lies beyond the hard palate. It is movable. Its position can determine the type of sounds. It acts like a valve, either opening or closing the oral passage of the air. ഇത് നമ്മുടെ വായ തുറക്കുമ്പോൾ നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത് ഉണ്ടല്ലോ, അത് കുറച്ച് ഹാർഡായിരിക്കും. പക്ഷേ അതിനും പിന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടായിരിക്കും. അതാണ് സോഫ്റ്റ് പാലേറ്റ് എന്ന് പറയുന്നത്. അത് ഹാർഡ് പാലേറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയായിരിക്കും സോഫ്റ്റ് പാലേറ്റ് ഉള്ളത്. അത് മൂവബിൾ ആയിരിക്കും, അതിന് ചലിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ പലപ്പോഴും ഈ സൗണ്ടിൻ്റെ ഒരു ടൈപ്പിനെ ഡിറ്റർമൈൻ ചെയ്യും. കാരണം അതിലൂടെയാണ് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടിട്ട് ഓറൽ സൗണ്ടും അതുപോലെ നെയ്സൽ സൗണ്ടും, അതായത് ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മൂക്ക് കൊണ്ട് പറയുന്ന പോലെ തോന്നില്ലേ, അപ്പോൾ അതിന് റീസണൊക്കെ ഈ സോഫ്റ്റ് പാലേറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റാണ്. അതുപോലെ ഓറൽ സൗണ്ടും, ഇങ്ങനെയുള്ള സൗണ്ടിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ഒന്ന് ഈ സോഫ്റ്റ് പാലേറ്റാണ്. അടുത്തതായിട്ട് ദ മൗത്ത്. ദ ഓർഗൻസ് ഇൻ ദ മൗത്ത് ആർ ഡിവൈഡഡ് ഇൻ ടു ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ്, അതായത് ലോവർ ലിപ്പ് ആൻഡ് ടങ്. ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചലിക്കാൻ സാധിക്കുന്നതെന്നാണ് കേട്ടോ. ടങ്ങും ലോവർ ലിപ്പും ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ. ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്, അതായത് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അപ്പർ ലിപ്പ്, അതുപോലെ അപ്പർ ടീത്ത്, റൂഫ് ഓഫ് ദ മൗത്ത് ആൻഡ് ബാക്ക് വാൾ ഓഫ് ദ ത്രോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. 2 ആർട്ടിക്കുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ദ ലിപ്സ് ആൻഡ് ടങ്. ദ ഷേപ്പ് ഓഫ് ലിപ്സ് അസ്യൂംസ് അഫക്ട്സ് ദ സൗണ്ട്. അതായത് ലിപ്സിൻ്റെ ഷേപ്പ് പലപ്പോഴും സൗണ്ടിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ലിപ്പ് വൈഡ് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ റൗണ്ടായിട്ട് നമുക്ക് ലിപ്സ് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ആക്കാം. അപ്പോൾ ഈ ലിപ്സിൻ്റെ ഓരോ മൂവ്മെൻറ്റിനനുസരിച്ച് ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ദ ടങ് ഈസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ഓർഗൻ ഇൻ ദ മൗത്ത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അപ്പം ഈ ടങ്ങിൻ്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളുണ്ട്. 1 ടിപ്പ് ഓഫ് ദ ടങ്, 2 ബ്ലേഡ് ഓഫ് ദ ടങ്, ദെൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് ദ ടങ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്തതായിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി എങ്ങനെയാണ് സ്പീച്ച് മെക്കാനിസം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്പീച്ച് മെക്കാനിസം എന്താണെന്നുള്ളതിൻ്റെ ഒരു എസ്സേ ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എസ്സേ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലല്ലല്ലോ എഴുതുന്നത്, കുറച്ച് പേജസ് എടുത്താണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം, അതുപോലെ തന്നെ ഓരോ ഓർഗൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് സ്പീച്ച് മെക്കാനിസം എന്താണെന്ന് എഴുതാവുന്നതാണ്. അപ്പം സ്പീച്ച് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ദ എയർ കംസ് ഫ്രം ദ ലങ്സ്, പാസസ് ത്രൂ ദ വിൻഡ് പൈപ്പ് ആൻഡ് റീച്ചസ് ലാരിങ്സ്. അതായത് ലങ്സിൽ നിന്ന് വരുന്ന വായു വിൻഡ് പൈപ്പ് വഴി ലാരിങ്സിലേക്ക് എത്തുന്നു. ഫ്രം ദയർ ഇറ്റ് പാസസ് ത്രൂ ഗ്ലോട്ടിസ്. അവിടെ നിന്ന് ഗ്ലോട്ടിസ് വഴി റീച്ചസ് ദ ഫാരിങ്സ്, ഫാരിങ്സിലേക്ക് എത്തുന്നു. Then the air can undergo modification due to the operation of the soft palate, the mouth, the lips and the tongue. പിന്നീട് ഇത് സോഫ്റ്റ് പാലറ്റിലേക്കും അതുപോലെ മൗത്ത്, ലിപ്സ്, ടങ്, ഇതിൻ്റെ എല്ലാം ഓപ്പറേഷൻസ് മൂലം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെക്കാനിസം പഠിക്കുമ്പോൾ ആ ഒരു ഡയഗ്രാം കൂടി നോട്ട് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വോയിസ്ഡ് സൗണ്ട് അതുപോലെ വോയിസ്ലെസ് സൗണ്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്പീച്ച് മെക്കാനിസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ഓർഗൻസിൻ്റെ ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടിട്ടോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത്തരത്തിലൊന്നാണ് വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്നതും അതുപോലെ വൈബ്രേഷൻ ഇല്ലാതെ ഉണ്ടാകുന്നതുമായിട്ടുള്ള ചില സൗണ്ടുകൾ. അപ്പോൾ വോയിസ്ഡ് സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഡ്യൂറിങ് ദി പ്രൊഡക്ഷൻ ഓഫ് എ സൗണ്ട്, അതായത് ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് വോക്കൽ കോഡ്
കോഡ് ഉണ്ടല്ലോ, ലിപ് ലൈക്ക് സ്ട്രക്ചറാണെന്ന് പറഞ്ഞിരുന്നത്, അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് വോയിസ്ഡ് സൗണ്ട് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ബ്, ഡ്, ഗ. ദർ ആർ 35 വോയിസ്ഡ് സൗണ്ട്സ്. അതുപോലെ വോയിസ്ലെസ് സൗണ്ട് എന്താണെന്ന് നോക്കാം. ഇഫ് ദ വോക്കൽ കോഡ്സ് ഡു നോട്ട് വൈബ്രേറ്റ് ഡ്യൂറിങ് ദി പ്രൊഡക്ഷൻ ഓഫ് ദ സൗണ്ട്. ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഉണ്ടാകുന്നത് വോയിസ്ലെസ് സൗണ്ടാണ്. അതിൻ്റെ എക്സാമ്പിളാണ് പ്, ട്, ക. ഇപ്പോൾ ഫോണറ്റിക്സിൽ എഴുതുമ്പോൾ നമ്മളിങ്ങനെ സ്ലാഷ് ഇട്ടിട്ട് അതിനിടയിലാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത്. ദർ ആർ 9 വോയിസ്ലെസ് സൗണ്ട്സ്. അത് 9 വോയിസ്ലെസ് സൗണ്ട് ഏതൊക്കെയാണെന്ന് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമുക്കത് ടൈപ്പ് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ്. വോയിസ്ഡ് സൗണ്ടും വോയിസ്ലെസ് സൗണ്ടും പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓറൽ സൗണ്ടും നേസൽ സൗണ്ടും എന്താണെന്നുള്ളത്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഓറൽ സൗണ്ട് എന്താണെന്ന് നോക്കാം. ഇഫ് ദ സോഫ്റ്റ് പാലറ്റ് ഈസ് റേസ്ഡ്, ദ എയർ പാസസ് ത്രൂ മൗത്ത് ആൻഡ് ദ പാസേജ് ടു ദ നോസ് ഈസ് ക്ലോസ്ഡ്, ദസ് ഓറൽ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് സോഫ്റ്റ് പാലറ്റ് ഉണ്ടല്ലോ, വേലം, അത് മൂവബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇത് റേസ് ചെയ്യുന്ന സമയത്ത് എയർ മൗത്തിലൂടെ ആയിരിക്കും പോകുന്നത്. കാര്യം നോസിലേക്കുള്ള ആ ഒരു പാസേജ് ബ്ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ ഓറൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതേപോലെ നെയ്സൽ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. നെയ്സൽ സൗണ്ട് ഉണ്ടാകുമ്പോൾ സോഫ്റ്റ് പാലറ്റ് ലോവേർഡാണ്, അതായത് താഴ്ന്നിരിക്കുമ്പം മൗത്തിലൂടെ പോകുന്ന എയർ തടഞ്ഞുകൊണ്ട് മൂക്കിലൂടെയാണ് എയർ എസ്കേപ്പ് ചെയ്യുന്നത്. പിന്നീട് വേറൊരു കാറ്റഗറി ഉണ്ട് നെയ്സലൈസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെ സോഫ്റ്റ് പാലറ്റ് താഴ്ന്നിരിക്കുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും എയർ എസ്കേപ്പ് ചെയ്യുന്നതിനാണ് നെയ്സലൈസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോണറ്റിക്സിലെ ഓരോ സൗണ്ടിനെ നമ്മൾ ഫോണീംസ് എന്നാണ് പറയുന്നത്. 44 ഫോണീംസ് ആണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ ഉള്ളത്. കോൺസണൻറ്റ് 24 എണ്ണം ഉണ്ട്, വവൽസ് 20 എണ്ണം ഉണ്ട്. ഈ വവൽസിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. പ്യുവർ വവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും പറയുന്നുണ്ട്. പ്യുവർ വവൽസിന് മോണോഫ്തോങ്സ് എന്ന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്നിരുന്നാലും പ്യുവർ വവൽസും ഡിഫ്തോങ്സ് ആയിട്ട് തിരിക്കുന്നു. പ്യുവർ വവൽ 12 എണ്ണവും ഡിഫ്തോങ്സ് 8 എണ്ണമാണുള്ളത്. പ്യുവർ വവലിന് എഗെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലോങ് വവൽ എന്നും ഷോർട്ട് വവൽ എന്നും. ലോങ് 5ഉം ഷോർട്ട് 7ഉം.